നെറ്റിലൂടെ ഈ പ്രസംഗം കേൾക്കുന്നവരോട്, MICR-ലൂടെ ഈ പ്രസംഗം കേൾക്കുന്നവരോട്, റേഡിയോ സംവിധാനങ്ങളിലൂടെ പ്രസംഗം കേൾക്കുന്നവരോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒരു വാക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ ഉദ്ധരിക്കുകയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ മൗനം പാലിച്ചതിന്റെ പേരിൽ എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. കേട്ടതിനൊക്കെ പ്രതികരിച്ച് സംസാരിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എപ്പോഴൊക്കെ മൗനം അവലംബിച്ചിട്ടുണ്ടോ ആ മൗനത്തിന്റെ പേരിൽ എനിക്കൊരിക്കൽ പോലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എപ്പോഴൊക്കെ വാചാലമായി സംസാരിച്ചിട്ടുണ്ടോ അതിന്റെ പേരിൽ എനിക്ക് പലതവണ ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കലാമിനെ ചുരുക്കുക, ജീവിതത്തിലെ സംസാരങ്ങളെ കൺട്രോൾ ചെയ്യുക. വകുല്ലി ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ, എന്റെ അടിമകളോട് പറ പ്രവാചക. 17 അധ്യായം 53-ാമത്തെ വചനമാണ്. എന്റെ പ്രിയപ്പെട്ട അടിമകളോട് പറ പ്രവാചക, നാവ് ചലിപ്പിച്ചാൽ നല്ലത് പറയാൻ പറ. അംസി മന്നജാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് വിജയം? അംസിക അലൈക ലിസാനക, നിന്റെ നാവിനെ കെട്ടിയിടലാണ്. വഖ്ഫൽ ലിസാനക അയ്യുൽ ഇൻസാനു ലാ യഖ്ദു അന്നക ഇന്നഹു സുബ്ഹാനു. അതേ ഒരു കവി പറഞ്ഞ വാക്കാണ്, നിന്റെ നാവ് ഇരുതല മൂർച്ചയുള്ള കാളസർപ്പമാണ്, നീ അത് ചലിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ ഔ ലിയസ്ബത് ഔ ലിയസ്കുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് സംസാരിച്ചു കൊള്ളട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. വഖൂലു ഖൗലൻ സദീദാ 33-ാം അധ്യായം 70. നേരെ ചൊവ്വേ, കുത്തുകളും മുനകളുമില്ലാത്ത സംസാരം, നേർക്ക് നേരെ ജനങ്ങൾക്ക് വിഷയം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ചെയ്തിരുന്നത് എന്ത് പറ്റിപ്പോയി ആ സമൂഹത്തിന് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. എന്ത് പറ്റിപ്പോയി ഇന്ന വ്യക്തികൾക്ക് എന്ന് അവരുടെ പേര് പറഞ്ഞില്ല, നാട് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞു. എന്ത് പറ്റിപ്പോയി ആ മേട്ടർ പറഞ്ഞു, അതിലേക്ക് ഞാൻ എത്തണം എന്ന് ഞാൻ എന്നോട് പറയും, നിങ്ങളും ഞാനും എത്തണം എന്ന് നമ്മളോട് പറയും. പരലോകം എന്താ, സ്വർഗം എന്താ, നരകം എന്താ അറിയാത്തൊരു ജനപദം ഇവിടെയുണ്ട്. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് ഫതദൂനനി ഇലൻ നാർ. 40-ാം അധ്യായം 41-ാമത്തെ വചനമാണ്. നബി ചോദിച്ചതാണ്, വയാ ഖൗമി, എന്റെ ജനങ്ങളെ നിങ്ങൾക്ക് എന്തായിപ്പോയി? എന്റെ ജനങ്ങളെ നിങ്ങൾക്ക് എന്തായിപ്പോയി? ഞാൻ നിങ്ങളെ നജാത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ എന്നെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അപ്പൊ നമ്മളെ ജനങ്ങളെ സ്വർഗത്തിലേക്കാണ്. മസലി വമസലകും കമസലി റജുലിൻ ഔഖദ നാറാ, എന്റെ ഉദാഹരണം ഒരു തീ കത്തിച്ചവനെ പോലെ. ആ തീയുടെ നേരെ പ്രാണികളും പാറ്റകളും പറന്നു വരുമ്പോ അതിനെ തടുത്തു നിർത്തുന്ന പോലെ ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുകയാണ്. അരുത്, നിങ്ങൾ നരകത്തിലേക്ക് ചാടരുത്. നമുക്ക് ലോകത്തുള്ള എല്ലാവരോടും പറയാൻ, മദ്യപിക്കരുതേ, പലിശയിൽ കുളിക്കരുതേ, വ്യഭിചരിക്കരുതേ, മൊബൈലിലെ തിന്മകളിൽ വ്യാപൃതരാകരുതേ, നെറ്റിലെ വൃത്തികേടുകൾ ആസ്വദിക്കരുതേ, നിങ്ങൾ അരാജകത്വത്തിൽ പെട്ടുപോകരുതേ, നിങ്ങൾ നല്ല മനുഷ്യരാകണമേ. ഇനി ഒരു മതവും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും യഹലോക ജീവിതത്തിൽ മനുഷ്യരുമായി നല്ല ബന്ധങ്ങൾ പുലർത്താൻ, ഏത് മതവിശ്വാസിയോടും സൗഹൃദത്തിൽ കഴിയാൻ, ഏത് മതവിശ്വാസി അയൽവാസിയാണെങ്കിലും അവനോട് ഏറ്റവും നന്നായി പെരുമാറാൻ മനുഷ്യരെ ഇസ്ലാം പഠിപ്പിച്ചു. ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. സുദീർഘമായ 3 മണിക്കൂറുള്ള പ്രസംഗമാണ് ഈ 2 പ്രസംഗങ്ങൾ കൂടെ നിങ്ങൾ കേട്ടത്. 1 മണിക്കൂർ എൻ്റെ അനുജൻ്റെ പ്രസംഗവും അതോടൊപ്പം 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പ്രഭാഷണം അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ആരെയും വേദനിപ്പിക്കാൻ ഒന്നും പറഞ്ഞില്ല. ആരും വേദനിക്കരുത് നാളെ ദൈവസന്നിധിയിൽ എന്നതുകൊണ്ട് ഗൗരവമായി ചില വിഷയങ്ങൾ പറഞ്ഞു. ബിംബാരാധനയും കുരിശാരാധനയും ഖബറാരാധനയും ഒക്കെ അവസാനിപ്പിച്ച് ലോകത്തിൻ്റെ നാഥനെ ആരാധിക്കുന്നതിലേക്ക് മനുഷ്യർ മാറിപ്പോകണം. ആ ദൈവം അവതരിപ്പിച്ച ഖുർആനിൻ്റെ ദൈവികത ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. ആ ഖുർആനിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം. പ്രവാചകനെ പറ്റി ഞാൻ ഇവിടെ പരാമർശിച്ചു, നിങ്ങൾ പഠിക്കണം. നരകസ്വർഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. സ്ത്രീകളോട് സംഗീതം ആസ്വദിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചാനലുകളുടെ, സീരിയലുകളുടെ മുമ്പിലിരിക്കുന്നു. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ചിന്ത പരലോകത്ത് വിചാരണക്ക് വിധേയമാക്കപ്പെടും. 17-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. അതെ, അതുകൊണ്ട് എല്ലാം ഓർക്ക്, വിശ്വാസികളെ കുറിച്ച് നല്ലത് ചിന്തിക്കുക, അല്ലേ? ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അല്ലാഹുവേ എൻ്റെ പ്രബോധകരെ കുറിച്ചും സമൂഹത്തെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും എൻ്റെ മനസ്സിൽ ശത്രുത ഉണ്ടാകരുതേ.
പകയുണ്ടാകരുതേ. പക എന്ന പ്രയോഗമാണ്. എനിക്ക് ഇന്നെന്ന ആളുകളോട് പകയുണ്ടാകരുതേ. അവർ തൗഹീദുള്ളവരാണ്, സുന്നത്തുള്ളവരാണ്, അഖീദയുള്ളവരാണ്, പ്രമാണമുള്ളവരാണ്. എന്നാൽ പഠിച്ചു വരുമ്പോൾ അവർക്ക് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാൽ അതിന്റെ പേരിൽ അവരൊന്നിനും കൊള്ളരുതാത്തവരാണ് എന്ന് പറയുന്നൊരവസ്ഥ വിശ്വാസികളെ നിങ്ങൾക്കുണ്ടാകരുത്. റഹമാഹു ബൈനഹും, അവരോടുള്ള സ്നേഹം, വിശ്വാസികളോടുള്ള സ്നേഹം. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഹു ബൈനഹും റഹമാഹു ബൈനഹും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ യാ അയ്യുഹല്ലദീന ആമനൂ അല്ലേ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും മൗലിയാ ബഅ്ദിൻ. സത്യവിശ്വാസികളും വിശ്വാസിനികളും മിത്രങ്ങളാണ്, ശത്രുക്കളല്ല. ഒരു ചെറുപ്പിലെ പല്ലുകളെ പോലെ അങ്ങനെയാവാൻ നല്ല മനസ്സ് ഒരിക്കലും ഒരാളോട്, പ്രത്യേകിച്ച് വിശ്വാസികളോട്. സുന്നത്തില്ലേ? ഉണ്ട്. പ്രമാണമില്ലേ? ഉണ്ട്. ദീനിൽ സൂക്ഷ്മതയില്ലേ? ഉണ്ട്. എന്നാലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അവരുമായി എന്നേക്കുമായി ബന്ധങ്ങൾ വിച്ഛേദിച്ചു പോകാൻ ഏത് ദീനാണ് നമ്മളെ പഠിപ്പിച്ചത്? മുആദ് ബിൻ ജബൽ നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തു. ഇതിനേക്കാൾ വലിയ അപരാധം എന്താണ്? ഇതിനേക്കാൾ വലിയ ശിർക്ക് എന്താണ്? നബി പോവിടുന്നേ എന്ന് പറഞ്ഞു. മുആദ്, മുആദ്, എന്താ മുആദ്? അള്ളാന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നറിയില്ലേ മുആദ്? ആ മുആദ് റളിയല്ലാഹു നബിയോട് പറയും, നബിയെ, ഇത് ആരാധനയുടെ സുജൂദല്ലേ ഇത്. ഞാൻ യമനിലായിരുന്നു. അവിടുത്തെ രാജാക്കന്മാരെ അവർ റെസ്പെക്ട് ചെയ്യുന്ന എങ്ങനെയാണ്? എനിക്ക് രാജാവും പ്രവാചകനും ഒക്കെ നിങ്ങളാണ്, അതുകൊണ്ട് റെസ്പെക്ടിന്റെ സുജൂദായിരുന്നു. നബി പറഞ്ഞു കൊടുത്തു, മുആദ്, അള്ളാന്റെ മുമ്പിലല്ലാതെ ഒരാളുടെ മുമ്പിലും ഇങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ആ സുജൂദ് ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് പറയുമായിരുന്നു. അപ്പൊ തിരുത്തുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഒരു ദാത്ത് അൻവാത്ത് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താ പറഞ്ഞ്? മൂസാ നബിന്റെ കൗമ പറഞ്ഞതിന് തുല്യ ഇലാഹനെ തരണം, ഒരു ഇലാഹനെ തരണം എന്ന് അവർ ചോദിച്ചു. എന്നിട്ട് നബി അവർ ആട്ടി ഓടിച്ചതാ ശിർക്കിന്റെ വാചകം അവർ പറഞ്ഞു. അവർക്ക് തിരുത്തി കൊടുത്തു, സ്നേഹിച്ചു, കൂടെ നിർത്തി. അതാണ് ഇസ്ലാം. അള്ളാഹു ഖൈറാക്കട്ടെ. ഈ മഹാസംഗമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമുക്ക് ഈ ഒരു ആദർശ കൂട്ടായ്മ നാടിന്റെ നാനാഭാഗങ്ങളിലും എത്തിക്കുന്നതിൽ സജീവ പങ്കാളികളാകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കൃത്യവും വ്യക്തവുമായ നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തന പാരമ്പര്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ പശ്ചാത്തലമനുസരിച്ച് നമ്മുടെ പ്രവർത്തന രീതികൾ കൃത്യമായി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ പ്രവർത്തന രീതികളിൽ നമുക്ക് സൂക്ഷ്മതക്കുറവുകൾ വന്നാൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തി മുന്നോട്ട് പോകാം. ആ സംവിധാനത്തെ നിലനിർത്തി ആ സംവിധാനത്തിന്റെ ഖൈറുകളെ മാനവ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അല്ലാഹു ഇതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.